ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുമായിട്ട് മാത്രമേ തട്ടിച്ചു നോക്കാൻ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ ശ്രീ പ്രതാപൻ ജയിക്കുന്ന സമയത്തേക്കാൾ 1,00,000-ൽ പരം വോട്ടുകൾ ഞങ്ങളുടെ പോയി. അതുകൊണ്ട് തൃശ്ശൂരിൽ ഞങ്ങളുടെ വോട്ടുകളാണ് പോയത് എന്ന് ഇവർ പറയും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെയല്ല, റീസെന്റ് നടന്ന തെരഞ്ഞെടുപ്പുമായി വേണം തട്ടിച്ചു നോക്കാൻ. അങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വെച്ച് നോക്കുമ്പോൾ 86,000 വോട്ട് തൃശ്ശൂരിൽ ആർക്ക് കുറഞ്ഞു? CPM-ന് കുറഞ്ഞു. അപ്പൊ CPM-ന്റെ വോട്ടാണ്. ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് ശരിയാണെങ്കിൽ CPM-ന്റെ വോട്ട് പോയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നത് അംഗീകരിക്കേണ്ടി വരും. ഇനി അല്ല, കഴിഞ്ഞ ദിവസത്തെ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടാണ് ശരിയെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന ചേലക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 39,600 വോട്ടിൽ നിന്ന് 12,000 വോട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നത് ഞങ്ങളുടെ വിജയമാണ്. അതിൽ ഏതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നത് അദ്ദേഹം തീരുമാനിച്ചാൽ മതി. രണ്ടാമത്, BJP പ്രതിനിധിക്ക് 2-3 ഉത്തരങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നത് 57,555 വോട്ടുകളാണ്, 41% വോട്ടുകൾ. ഈ തവണ അത് ഷാഫിക്ക് 54,000 വോട്ടുകൾ. ഈ തവണ രാഹുൽ മാങ്കുട്ടത്തിലേക്ക് വരുമ്പോൾ 58,000 വോട്ടുകളിലേക്ക് വന്നു. വെറും 4,000 വോട്ടുകളാണ് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടായത്. ഓക്കെ, ഞങ്ങൾക്ക് 4,000 വോട്ടേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജയിച്ചല്ലോ സാർ. നിങ്ങൾ ഈ ശ്രീധരന് 50,000 വോട്ടുകൾ കിട്ടിയെടുത്ത് നിന്ന് നിങ്ങളുടെ ശ്രീ കൃഷ്ണകുമാറിനുണ്ടായിരിക്കുന്ന 39,000 വോട്ടുകളാണ്. അതായത് ഏതാണ്ട് 11,000 വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞുപോയി. ഇനി ഈ ശ്രീധരനെ വിട്ടേക്ക്. ഈ ശ്രീധരൻ മികച്ചൊരു സ്ഥാനാർത്ഥിയാണ്, മെട്രോമാനാണ്, പൊതുസമ്മതനാണ്, പൊതുസ്വീകാര്യനാണ്, അതൊക്കെ പോട്ടെ. അതിനു മുമ്പ് നിങ്ങളുടെ രാഷ്ട്രീയ മത്സരം നടത്തിയ നിങ്ങളുടെ സ്ഥാനാർത്ഥി 2016-ൽ ശോഭാ സുരേന്ദ്രൻ അവിടെ പിടിച്ചത് 41,000 വോട്ടുകളാണ്. കൃഷ്ണകുമാറിന് 2,000 വോട്ടിന്റെ കുറവുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ പിടിച്ച 29.9%, ഏതാണ്ട് 30% വോട്ടിൽ നിന്ന് നിങ്ങളുടെ ഈ ശ്രീധരൻ 5% ഉയർത്തി വെച്ചെടുത്ത് നിന്ന് നിങ്ങളുടെ മികച്ച സ്ഥാനാർത്ഥി ഉണ്ടല്ലോ കൃഷ്ണകുമാർ, എല്ലാ തെരഞ്ഞെടുപ്പിലും BJP-യുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ, പഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വഴി, ജില്ലാ പഞ്ചായത്ത് വഴി, നിയമസഭ വഴി, ലോക്സഭ വരെ മത്സരിക്കുന്ന കൃഷ്ണകുമാർ, ആ കൃഷ്ണകുമാർ നിങ്ങളുടെ വോട്ട് ഷെയർ 28% കുറച്ചു. അതിനെ നിങ്ങൾ കാണുന്നില്ലേ? 4,000 വോട്ടേ ഞങ്ങൾക്ക് കൂടിയുള്ളൂ എന്ന് പറയുമ്പോൾ 11,000 വോട്ട് നിങ്ങളുടെ കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞ മഹാരാഷ്ട്രയിലെ തോൽവിയെ പറ്റിയാണ്. ഞാൻ അതിനൊന്നും ചെറുതാക്കി കാണുന്ന ഒരാളല്ല. അത് ജോർജ് പൊടിപാറ സാറിന് അടക്കമുള്ളവർക്ക് അറിയാം. അങ്ങനെ ഒരു തോൽവിയെ ഞങ്ങൾ തോറ്റു, അത് ഇന്ന കാരണം കൊണ്ടാണ് എന്നൊന്നുമല്ല. അവിടെ തോറ്റതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ മുന്നണിയിലെ 2 പാർട്ടികൾ നെടുവേ പിളർന്നു. ആ നെടുവേ പിളർന്നതിന്റെ കൂടെ ഒരുപാട് പേർ മറുപക്ഷത്തേക്ക് പോയി. ആ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് പരിഹരിക്കാൻ പാർട്ടി നേതൃത്വത്തിനും മുന്നണി നേതൃത്വത്തിനും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സമ്മതിക്കുന്നു. അത് പഠിക്കേണ്ടതാണ്, പഠിച്ച് തിരുത്തേണ്ടതാണ്. പക്ഷേ ഇന്ന് മഹാരാഷ്ട്രയിലെ മാത്രം റിസൾട്ട് അല്ലല്ലോ വന്നത്, ജാർഖണ്ഡിലെ വന്നില്ലേ? ജാർഖണ്ഡിൽ എന്താണ് സ്ഥിതി? ഇനി പോട്ടെ, കർണാടകയിൽ 5 ലോക്സഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? കർണാടകയിൽ വിവിധ നിയമസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? BJP-യുടെ അടക്കം സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ? അതിനെന്താ കാണാതെ? മഹാരാഷ്ട്രയിലെ ഒരു വിജയം മാത്രം ഉയർത്തിക്കൊണ്ട്, മഹാരാഷ്ട്രയിലെ വിജയം ചെറുതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ പക്ഷേ നിങ്ങൾക്ക് അജിത് പവാറിന്റെ, ഏകനാഥ് ഷിൻഡെയുടെ ഒക്കെ കൂട്ടുണ്ട്. BJP-യുടെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയ വിവരമുള്ളവർ ആരും അംഗീകരിക്കില്ല. ഓക്കെ, നിങ്ങൾ ജയിച്ചു, നല്ല കാര്യം, നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. പക്ഷേ അത് കാണുമ്പോൾ തന്നെ മറ്റു സീറ്റുകളിൽ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റം, കോൺഗ്രസ് നടത്തിയ തിരിച്ചുപിടിക്കലുകൾ, കോൺഗ്രസ് നടത്തിയ ആ സീറ്റുകൾ ഉറപ്പിക്കലുകൾ, അതെന്താണ് കാണാതെ പോകുന്നത്? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും നരേന്ദ്രമോദിയുടെ ഭരണത്തിനുള്ള ഒരു അഭിവാദ്യമാണ് നൽകിയത് എന്ന് നിങ്ങൾ പറയുമ്പോൾ, അപ്പൊ കർണാടകയിലെ ജനം നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്താണോ കോൺഗ്രസിനെ ജയിപ്പിച്ചത്? ജാർഖണ്ഡിലെ ജനം നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്താണോ JMM-നെയും കോൺഗ്രസ് സഖ്യത്തെ അവിടെ ജയിപ്പിക്കുന്നത്? രാജസ്ഥാനിലെ ജനം അവിടെ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണി സഖ്യത്തെ ജയിപ്പിക്കുന്നത് നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്താണോ? അല്ല. അപ്പോ സ്വാഭാവികമായും മഹാരാഷ്ട്രയിലെ സംഘടനാ പ്രശ്നങ്ങൾ വളരെ കൃത്യമാണ്. ഞാൻ വളരെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ് പറയുന്നത്. മഹാരാഷ്ട്രയിലെ സംഘടനാ പ്രശ്നങ്ങൾ അത് ഞങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അത് തിരുത്തേണ്ടതായിരുന്നു. അത് ഇനിയും തിരുത്തി മുമ്പോട്ട് പോയേ മതിയാവുകയുള്ളൂ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉള്ളത്. 2, പാലക്കാട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വോട്ട് വലിയ ഇടിവാണ് നിങ്ങളുടെ വോട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ അടുത്ത തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ UDF ഭരിക്കും എന്നത് അങ്ങ് മനസ്സിലാക്കിയാൽ നന്നാവും.